ഹൗ ടു കിൽ പ്രൈഡ്. അഹങ്കാരത്തിനെ എങ്ങനെയാണ് കൊല്ലുന്നത്? അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടാണ്. അത് എല്ലാവരിലും ഉണ്ട്, അതില്ലാത്ത ആരുമില്ല. അതിനെ ആരെങ്കിലും ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാം എക്സ്പ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ധൈര്യപ്പെടത്തില്ല. ഒന്ന്, ഞാൻ എല്ലാം എൻ്റെ മിടുക്കൊണ്ടുണ്ടാക്കി അത് ബോസ്റ്റ് ചെയ്യും, അതൊരഹങ്കാരമാണ്. രണ്ട്, സെൽഫ് പിറ്റി. അയ്യോ എന്നെ ആരും കരുതുന്നില്ലേ, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ എത്രമാത്രം എന്ത് സാക്രിഫൈസ് ഞാൻ ചെയ്തു, എന്തുമാത്രം കഷ്ടം ഞാൻ അനുഭവിച്ചു, ആരും അത് കാണുന്നില്ല. പ്രൈഡ്. ഞാൻ പലപ്പോഴും ഞാൻ ഈ ആത്മീയ ഗോളത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചെക്ക് ചെയ്യും. ആരോട് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്തെടുക്കും. ചെറിയ കാര്യമായിരിക്കും, ചെറുതിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഗാർഡനിങ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പം ഞാൻ പറയും എനിക്ക് ആ ചെടി ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ചിലരത് ചെടി നട്ട് കിളിപ്പിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുതരും. അപ്പോൾ ഞാനത് നോട്ട് ചെയ്യും. ചിലർ കമ്പ് തരും, ചിലർ ഇഗ്നോർ ചെയ്യും. ആ ഏരിയയിൽ അവർക്ക് എന്നോട് കണക്ഷൻ ആയിട്ടില്ല. സോ ഐ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ബട്ട് ഇതുപോലെ ആത്മീയ ഗോളത്തിൽ നമ്മൾ ഒരാളെ ഒരു വിഷയം ഏൽപ്പിച്ചാൽ വിശ്വസ്തയോടെ എത്ര പേര് ദൈവനാമത്തിൽ അത് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുക തന്നെയല്ല, പ്രാർത്ഥിച്ചതിന് ഉത്തരം എടുക്കുന്നിടം വരെ എത്ര പേര് പ്രാർത്ഥിക്കും? എല്ലാവരും പറയും, ഓ ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ പ്രാർത്ഥിച്ചു. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വളരെ ചുരുക്കം പേര്. കാരണം നമുക്ക് വേണ്ടി വേറെ ഒരാൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. നമ്മൾ എത്ര പറഞ്ഞാലും ദൈവത്തിൻ്റെ സമയമായില്ലെങ്കിൽ പ്രാർത്ഥന മേളിൽ ചെറിയത്തില്ല. പിന്നെ അതുപോലെ സമയം അല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട്, അമ്മമാർ. കാരണം സ്വന്തം മക്കൾക്ക് വേണ്ടി അവർ ജീവൻ കളഞ്ഞു. അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും സദാസമയം പിതാവിൻ്റെ മുമ്പിൽ ഇൻ്റർസീഡ് ചെയ്യുക, അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ഇതെൻ്റെ കഴിവാണ്, അയ്യോ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു പ്രയോജനമില്ല, അതുകൊണ്ട് ഞാൻ ഇനി ദൈവത്തെ വിളിക്കുന്നില്ല. സെൽഫ് പിറ്റി, പ്രൈഡും രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്ന് ഇതെല്ലാം മാറണം. നമ്മൾ ഇതെല്ലാം തുടച്ച് നീക്കി ഒരു പുതിയ സൃഷ്ടിയാകാൻ ശ്രമിക്കണം. ദിനം പ്രതി രാവിലെ നമ്മൾ ഈ സദൃശ്യവാക്യം 23:23 പറയുന്നുണ്ട്, സത്യത്തെ വിൽക്കുന്നവരല്ല സത്യത്തെ വാങ്ങുന്നവരാകണം. വളരെ പ്രധാനമാണ്. സത്യത്തെ വിൽക്കുക, അതായത് ഇന്ന് കാണുന്ന പല സുവിശേഷങ്ങളും സത്യത്തെ വിൽക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് നമ്മൾ വിറ്റിട്ട് കാശെടുക്കാൻ നോക്കുകയാണ്. കാശെടുക്കുന്നതേ തെറ്റില്ല, പക്ഷേ ഇത് പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്. സത്യത്തെ വിൽക്കുന്നവരാകരുത്, സത്യത്തെ വാങ്ങുന്നവരാകണം. വില കൊടുത്താണേലും ഇത് എനിക്ക് വാങ്ങിച്ചെടുക്കും. എത്ര പ്രശ്നം ഉണ്ടായാലും എന്നിൽ നിന്ന് ഈ ജഡീക സ്വഭാവം അഴിഞ്ഞു പോകണം. എത്ര പേരങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തിനാ ദിനം പ്രതി ഞാൻ ഈ വചനം അയക്കുന്നത്? ഈ വചനമില്ലെങ്കിൽ നമുക്ക് ജീവനില്ല. പലപ്പോഴും നിർത്താവുന്നതായിരിക്കും. അന്നേരം എല്ലാം ദൈവാത്മ പറയില്ല, പറഞ്ഞു കൊടുക്കുക. കാരണം മെച്വറായിട്ട് ക്രിസ്ത്യാനികളിലെ വിശ്വാസത്തിൽ കഠിനതയിലും പ്രയാസത്തിലും തീയിലും കൂടെ പോയവർ എല്ലാവരും കാര്യം നേടി കഴിയുമ്പോൾ ഒരു വീട്ടിൽ ചുമ്മാ ഇരിക്കും. പക്ഷെ നമ്മളത് വിളിച്ചു പറയാണ്. ഒരു തീ അകത്ത് കിടക്കുന്നതുകൊണ്ട് വിളിച്ചു പറയണം. ഇതുകൊണ്ട് അനേകർക്ക് പ്രയോജനമുണ്ടാണ്. സത്യം അറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രമാക്കുന്ന വചനം പറയുന്നത്. അപ്പോൾ സത്യം ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയാൻ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ നാവായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ ആര് പറയും? ദൈവം ചോദിക്കുകയാണ്, ആര് പറയും? സൗകര്യമുള്ള സ്ത്രീകൾ എത്ര പേര് വചനം പറയാൻ ഇറങ്ങുന്നുണ്ട്? എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ അറിയാം. പക്ഷെ ഒരാളും ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുന്നവരെ എനിക്ക് ഓർമ്മയിലില്ല. പണമുണ്ടോ എന്തോ ഒരു കുഴപ്പമാണ്, അവർ മാറി നിൽക്കും. പിന്നെ അങ്ങനെ ഇതൊക്കെ പറയുന്നത് അവർക്ക് നേരമില്ല. ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നു. അതൊക്കെ ചിന്തിച്ച് നോക്കിയാൽ എന്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ജഡം കയറി വരും. ഇത് വരാതിരിക്കാൻ കർത്താവേ നീ ഞങ്ങൾക്ക് വേലി കെട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പ്രൈഡ് എന്ന് പറയുന്നത് മരിക്കുന്ന നിമിഷം കുഴിയിലോട്ട് കാല് വെക്കുന്ന മനുഷ്യൻ്റെ കയ്യിലും ഉണ്ടോ? ചിന്തിച്ച് നോക്ക്. പ്രായം ചെന്ന് ഞാനൊക്കെ പ്രായം ചെന്ന കൂട്ടത്തിലേ. ഇപ്പം എല്ലാം നമ്മളെക്കാട്ടിലും പ്രായം ചെന്ന് അടക്കാൻ വയ്യാത്തവരുണ്ടല്ലോ, മരിക്കാറായി കിടക്കുന്ന കട്ടിൽ. അവർ പോലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ നോക്കുന്നവരോടോ മക്കളോടോ ജോലിക്കാരോടോ ദേഷ്യപ്പെടും. കാരണം വി ഓൾ ഹാവ് ദിസ് പ്രൈഡ്. ഇത് മരിപ്പിക്കാതെ ദൈവത്തിനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ജോൺ പൈപ്പർ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിരിക്കുന്ന നല്ല ഭാഗമാണ് ഹൗ ടു കിൽ ദ പ്രൈഡ്. ക്രിസ്ത്യൻ hedonism is the final solution.
ഇറ്റ് ഈസ് എ ഡീപ്പർ ദാൻ ഡെത്ത് ടു സെൽഫ്. അതായത് ക്രിസ്ത്യാനികളുടെ സുഖം അല്ലെങ്കിൽ ആനന്ദമെന്ന് പറയുന്നത് അതാണ് നമ്മുടെ എല്ലാം സെൽഫ് ആക്ച്വലൈസേഷൻ. അതായത് ഞാൻ എന്തിനാണ് ഭൂമിയിൽ വന്നത് അത് ഞാൻ പ്രാപിച്ചെടുക്കും. ചിലർക്ക് പണം ഉണ്ടാക്കാനായിരിക്കും ഒക്കെ ചെയ്തു, പക്ഷേ ചിലർക്ക് പിന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് ദൈവനാമം പറയുന്നതായിരിക്കും, ചിലർക്ക് തലമുറകളുടെ മേൽ അനുഗ്രഹം. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോന്നാണ്. കർത്താവിനെ സ്തുതിക്കുന്നതായിരിക്കും ചില. പക്ഷെ ഏതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ആക്ച്വലൈസേഷൻ മീൻസ് അതിൻ്റെ പരമോന്നതമായ പദവിയിൽ എത്തി നിന്നുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ചെന്ന് നമ്മൾ സമർപ്പിക്കുകയാണ്. അത് 10 താലന്ത് തന്നവൻ 10 കൂടി ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് തെളിയും. എന്താ പറയുന്നത്? വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് കം എൻറ്റർ ഇൻ ടു മൈ കിങ്ഡം. അതായത് നീ പിന്നെ വിശ്വസ്ത ദാസ കയറി വാ എന്ന് വിളിക്കും. മക്കളൊക്കെ ആണെങ്കിലും ജോലി ചെയ്യുമ്പോൾ വിശ്വസ്ത ദാസൻ എന്നാണ് വിളിക്കുന്നത്. യേശു പോലും പിതാവിൻ്റെ അടുക്കൽ നിന്ന് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ, യേശു അല്ലാതെ ഒരു വ്യക്തി പോലും തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി എക്സാമ്പിൾ കാണിച്ചിട്ടില്ല. യേശു അല്ലാതെ വേറൊരാൾ പോലും നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചിട്ടില്ല. നമ്മുടെ പാപത്തിന് വേണ്ടി യേശു അല്ലാതെ ആരും മരിച്ചിട്ടില്ല. വെറുതെ അവിടെ ഇവിടെ നോക്കി നടക്കല്ലേ. അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ ആനന്ദമെന്ന് പറയുന്നത് ഇത് എന്നിലുള്ള ജഡം മരിക്കുന്നതാണ്. അതെങ്ങനെ സാധിക്കും? എനിക്കൊരു അവയർനെസ് ഇല്ല. അത് മരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതൊരു വലിയ വൃക്ഷമായിട്ട് നമ്മളെ തന്നെ കാണണം. എന്ന് ഇതിന് കോടാലി വെച്ച് വെട്ടണം. ഒരു ദിവസം ഇത് വീഴുമെന്ന്. പക്ഷേ ഇത് കോടാലി വെട്ടാതെ ഇങ്ങനെ വീർത്ത് നിന്നാൽ എന്തോ ചെയ്യുന്നറിയാം? ആർക്കും അടുക്കാൻ വയ്യ. കർത്താവ് പോലും അടുക്കൂല. അതുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന ചിലരുടെ അടുക്കൽ ചെല്ലുമ്പോഴേ കണ്ടിട്ടുണ്ട് അവരുടെ അന്ത്യസമയം എല്ലാം നിറഞ്ഞ വ്യക്തികളിൽ ആത്മാവില്ലെങ്കിൽ അവരുടെ ദുരിതമാണ് മരണം. അത് പിന്നെ രോഗമാകാം, പ്രയാസമാകാം, എന്തെങ്കിലും റീസൺ ആയിരിക്കും മരിക്കുന്നത്. പക്ഷേ അവരുടെ അടുക്ക നിൽക്കാൻ. പക്ഷേ ആത്മാവുള്ളവർ പണമുള്ളവരാകാം, പണം ഇല്ലാത്തവരാകാം. പക്ഷെ ആത്മാവുള്ളവർ മരിക്കുമ്പം അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പോകുന്ന ഒരു ശബ്ദമുണ്ട്. അതൊരു മനോഹരത്വമാണ്. അപ്പം യു ഹാവ് ടു ഗോ ഡൗൺ ഡീപ്പർ ഇൻ ടു ദ ഗ്രേവ് ഓഫ് ദ ഫ്ലെഷ് to find the truly freeing stream of miracle water that ravishes you with the taste of God's glory. അതായത് നിന്റെ ജഡത്തിൻ്റെ അടിവരെ ആ ജഡം മുഴുവനും പോകണമെന്ന്. ജഡം മുഴുവൻ എടുത്തു കളഞ്ഞിട്ട് ഈ നമ്മളെ സ്വതന്ത്രമാക്കുന്ന ദൈവീകമായ വിശുദ്ധ വെള്ളം, the miracle water that ravishes you with the taste. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ജീവജലം എന്നിൽ നിന്ന് പുറത്തു വരുന്നതിന് തടസ്സം എൻ്റെ ഫ്ലഷാണ്. അത് മരിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ ഗ്രൂപ്പിനോട് പറയും, ഇത് എളുപ്പമല്ല. ഞാൻ എപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിനോട് പറയുന്നത്, 6 അടി മണ്ണിനകത്ത് ദിനം പ്രതി ഈ ജഡത്തിനെ കുഴിച്ചിടണം, എന്നിട്ടത് പൊക്കിക്കൊണ്ട് വരരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു പോയിൻ്റാണ്. 6 അടി മണ്ണിനകത്ത് ഇത് കുഴിച്ചു മൂടിയിട്ട് ഇത് തിരിച്ചു വരാതിരിക്കത്തക്കവണ്ണം ഒരു കല്ലും കൂടെ അതിൻ്റെ പുറത്തിറക്കി കയറ്റി വെക്കണം. എന്നാലും അതിന് ഓൺലി ഇൻ ദാറ്റ് സ്പീച്ച്ലെസ്, അതായത് ഓൾ സാറ്റിസ്ഫൈയിങ് അഡ്മിറേഷൻ ഈസ് ദ എൻഡ് ഓഫ് ദ സെൽഫ്. അതായത് നമുക്കത് വാക്കുകൊണ്ട് പറയാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഞാനെന്ന് എൻ്റെ ചിന്ത മാറി പൂർണ്ണമായിട്ടും എന്നിൽ യേശുവാണ് കടന്നു വരുന്നത് എങ്കിൽ, ഞാൻ യേശുവിൻ്റെ സ്വഭാവമായി മാറുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അവനെ ധരിക്കുന്നു എങ്കിൽ, ചെറുതിലും വലുതിലും യേശുവിൻ്റെ സന്തോഷം കൊണ്ടുതരും. ആ സന്തോഷം നമുക്ക് കാണാൻ ഒക്കുമെന്ന്. പലപ്പോഴും ആ സന്തോഷത്തിന് മുമ്പൊരു മരണമുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഈ പ്രാവശ്യത്തെ റെക്കോർഡിങ് കഴിഞ്ഞ് ചിലപ്പോൾ എനിക്ക് റെക്കോർഡിങ് ചെയ്യാൻ നല്ല ക്ഷീണം വരും. കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പല റെക്കോർഡിങ് ഒന്നിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര നാളത്തെ വായനയും ആത്മാവിൻ്റെ തീഷ്ണതയും പഠിപ്പീരും കഴിഞ്ഞിട്ടാണ് ഈ വചനം ഞാൻ പറയുന്നത്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ അങ്ങ് ഞെക്കി കൊല്ലുന്ന പോലെ വരുമ്പം കർത്താവേ നിൻ്റെ ആത്മാവിൻ്റെ ശക്തി റിഫ്രഷ് ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ച് വെച്ചിരിക്കുമ്പം പുതിയൊരു ശക്തി ഇട്ട് തരും. അത് വചനം പറയുമ്പോഴുള്ള ബലം കാണുമ്പം ആളുകൾ വിചാരിക്കും എനിക്ക് വലിയ ബലമാണ്. പക്ഷേ ഈ പറയുന്ന ബലമേ ഉള്ളൂ. ഈ ബലം ഇട്ടു തരുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തു ദൈവമാണെന്നുള്ള അറിവ് ഒരിക്കലും യേശുവിന് മാറിയില്ല. ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം. അതായത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നും തൃത്വത്തിൽ ഒരുവനാണെന്നും യേശു ക്രൂശിൽ കിടന്നപ്പോഴും മറന്നിട്ടില്ല. മറ്റുള്ളവരുടെ പാപം ഏറ്റപ്പോഴും അപ്പിച്ചും മറന്നിട്ടില്ല. യേശു പറയുന്നത് സകലതും പൂർത്തിയാക്കി. സഹിക്കാൻ വയ്യാത്ത ഭാരം വരുന്നതിന് മുമ്പ് യേശു പിതാവിനോട് ചോദിച്ചു, കഴിയുമെങ്കിൽ ഇത് മാറ്റിത്തരണമെന്ന്. അവിടെ ഒരു ജഡം മരിക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ തന്നെ വേർപ്പ് തുള്ളി രക്തമായിട്ട് വീണിട്ട്
അവിടെ ദൈവം ഒരു ജയം. അപ്പം കുരിശേലല്ല ജയമെടുത്തത്, തലേ ദിവസം പ്രാർത്ഥിച്ചപ്പോഴാണ് ജയമെടുത്തത്. ദൈവത്തിനെ നമ്മൾ കണ്ടിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല. പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിച്ച് കാണിച്ച ഒരു ദൈവം യേശുവാണ്. പൂർണ്ണ മനുഷ്യനായിട്ട്, പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായിട്ട് വന്ന് ജീവിച്ച് കാണിച്ചു. വേറെ എവിടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഈ കണ്ണൊന്ന്, ഞാൻ പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും കണ്ണിൻ്റെ ദൃഷ്ടി ഈ യേശുവിലേക്കൊന്ന് പതിപ്പിക്കാമോ? ബാക്കി യേശു ചെയ്തോളും. അതിനാണ് മൽപ്പിടുത്തം. ദൈവരൂപത്തിലേക്ക് നമ്മളാകുമ്പോൾ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെയൊക്കെ അടിച്ച് ചില പൗലോസ് പറഞ്ഞ പോലെ ചങ്ങലയിട്ട് അടിച്ച് വെച്ച് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ആത്മാവ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ മക്കളിലുള്ള പോക്ക് കാണുമ്പോൾ ഞാൻ പറയൂ, ഇനി എങ്ങോട്ടാണ് ഇത് പോകുന്നത്? കാരണം അവർ പാപമാണോ തെറ്റാണോ എന്നൊന്നും അല്ല, ദൈവാത്മാവിനോട് മറുതലിച്ച് മാറി 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 അങ്ങനെ. അത് വളരെ വളരെ സട്ടിലാണത്. അത് പ്രൈഡാണ്, അത് വളരെ ദൂഷ്യകരമാണ്. ഔവ്വായ്ക്ക് പറ്റിയ അതാണ്. ദൈവത്തെപ്പോലെ സൃഷ്ടിച്ച ഔവ്വായാണ് മണ്ടത്തരം കാണിച്ചത്. ഇനി നമ്മളിനി എന്തൊന്ന് ആലോചിക്കും. ദയവ് ചെയ്ത് ഈ വചനം കേൾക്കുന്നവർ തന്നെത്താൻ യേശുവിൻ്റെ കൈ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട്, ദൈവമേ എന്നിൽ വല്ലതും അറിയാതെ അറിഞ്ഞോ കിടക്കുന്ന ജഡമുണ്ടെങ്കിൽ അതിനെ എടുത്തു കളയണമേ, എന്ത് പ്രൈസ് കൊടുത്താന്നില്ല എടുത്തു കളയണമെന്നൊന്ന് പ്രാർത്ഥിക്കുക. അന്ന് മുതൽ നമുക്ക് സന്തോഷം ഒഴുകും. ഈ ജീവനദി നമ്മളിൽ കൂടെ ഒഴുകട്ടെ, അനേകർക്കത് പ്രയോജനമാകട്ടെ. ഒരു ജീവനദി ഒരു ദേശത്ത് ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു ഗ്രൂപ്പിൽ ഒരാളെങ്കിലും മേക്സ് എ ബിഗ് ഡിഫറൻസ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, പറഞ്ഞ് മനസ്സിലാക്കിക്കാനും ചെയ്തെടുക്കാനും പ്രയാസമുള്ളൊരു കാര്യമാണ് ഞാനീ പറയുന്നത്. പ്രൈഡെന്ന് പറയുന്ന കാര്യം എത്ര ഡിഫൈൻ ചെയ്താലും പ്രയാസമാണ്. അതെപ്പോഴാണ് പൊങ്ങി വരുന്നത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. പക്ഷെ ഒന്ന് ഞങ്ങൾ പറയട്ടെ, നിൻ്റെ തീ കത്താത്തപ്പോഴാണല്ലോ ഇത് പൊങ്ങി വരുന്നത്. തീ ഇന്ന് കത്തിച്ചില്ലെങ്കിൽ ഇത് പൊങ്ങി വരും. അതുകൊണ്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കണം. ഈ അഭിഷേകം മാറില്ലേ ദൈവമേ? നിൻ്റെ പരിശുദ്ധാത്മാവിൽ വിധവയായ സ്ത്രീയെ എണ്ണയ്ക്ക് വേണ്ടി വന്ന് എണ്ണ അല്പം കൊടുക്കാൻ, അതായത് എണ്ണയില്ലാതെ മക്കൾക്ക് 2 മക്കളെയും കൊണ്ടുവന്ന് ദുഷ്ടൻ പിടിച്ചുകൊണ്ട് പോകാൻ നേരത്തെ എലീശ പ്രവാചകൻ്റെ അടുക്ക വന്ന് കരയുമ്പോൾ എലീശ പറയുന്നത്, ദേശത്തുള്ള പാത്രം എല്ലാം കൂട്ടിക്കൊണ്ടുപോവാ. ദേശത്തുള്ള പാത്രം എല്ലാം കൂട്ടിക്കൊണ്ടുവരാൻ അവർക്ക് മനസ്സരിവ് തോന്നി. എല്ലാവരും കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ എത്ര പേരുടെ പാത്രം കൊണ്ടുവന്ന് നിൻ്റെ മുമ്പിൽ വെക്കുന്നെന്ന് നോക്കിയാൽ വളരെ ചുരുക്കമാണ്. നമുക്ക് നമ്മുടെ തന്നെ തീർന്നിട്ട് ഒക്കുന്നില്ല. അതും ഒരു അഹങ്കാരം. അതുകൊണ്ട് ദൈവമേ, ഇന്ന് മുതൽ അനേക പാത്രങ്ങൾ നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഒന്നിൻ്റെ പുറകെയായിട്ട് കഴുകി ശുദ്ധീകരിച്ച് നിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ച് തരിക. അതിലെല്ലാം നിൻ്റെ ആത്മാവിനെ പകരണമേ. അങ്ങനെ പകർന്നിട്ട് നിൻ്റെ ഒരു വെളിച്ചം ദേശത്ത് പടരട്ടെ. പാപം പെരുകുമ്പോൾ കൃപ അധികമായിട്ട് പെരുകുമെന്ന് അപ്പച്ചൻ പറഞ്ഞു. അതുകൊണ്ട് എത്ര പാപിയാണേലും അവനെയൊക്കെ കൊണ്ട് നിൻ്റെ മുമ്പിൽ നിർത്തുക അപ്പച്ചൻ. എൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് രൂപാന്തരപ്പെടുത്തി നിനക്ക് പ്രയോജനമുള്ള പാത്രമാക്കി നമ്മളെയും നമ്മുടെ ഭർത്താക്കന്മാരെ, മരുമക്കൾ, കൊച്ചുമക്കൾ ആക്കിയെടുക്കാൻ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്ര ചെയ്ത് നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തരുന്നു. എവിടെയെങ്കിലും ഗർവം അല്ലെങ്കിൽ ജഡം അല്ലെങ്കിൽ നഗളമുണ്ടെങ്കിൽ അങ്ങ് തൊട്ടച്ചും മാറ്റി വേരോട് പറിച്ചിട്ട് വിശുദ്ധ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ഓടി വന്ന് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.